ഓർത്തഡോക്സ് സഭയോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയുകയാണെങ്കിൽ, സഭ, യാക്കോബായ സഭ സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ അവരോട് ചർച്ച ചെയ്യുന്നതിനും ശാശ്വതമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും തയ്യാറാണ്. മുൻവിധികളൊന്നുമില്ലാതെ അങ്ങനെ ചെയ്യാൻ തയ്യാറാണ്. ഈ പറഞ്ഞതുപോലെ പുറകിലേക്ക് നോക്കുമ്പം അടുക്കാൻ പാടില്ലാത്ത വിധത്തിലൊക്കെ അകന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ ചിന്തകൾ വരും. മുറിപ്പാടുകളുണ്ടായിട്ടുണ്ട്. മുറിപ്പാടുകൾ ചിലതൊക്കെ ആഴമുള്ളതാണ്. അത് പറയുമ്പം എൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ സഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്ന ചില ആക്ഷൻസ് അല്ലെങ്കിൽ ചില കാര്യങ്ങളിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വീഴ്ചകളും പരാജയങ്ങളും ഒക്കെ രണ്ട് ഭാഗവും ഒരു റൈവൽ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പം സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഒരു ക്രൈസ്തവ സഭ, പൗരാണിക സഭ എന്നുള്ള നിലയിൽ, സഭകൾ എന്നുള്ള നിലയിൽ അതെല്ലാം മറന്നും മാറ്റിവെച്ചും പുറത്തും അനുരഞ്ജനപ്പെട്ടും സഹോദരങ്ങളായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകണം. അതിനേറ്റവും കൂടുതൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് അവർക്കാണ്. കാരണം അവരൊരു വിൻ വിൻ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ലീഗലി ഞാനത് എടുത്ത് പറയും. ലീഗലി അങ്ങനെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ നിൽക്കുന്നവരാണ് അവരുടെ മാതൃസഭയാണ്. അതവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊരു സത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നും ഞാൻ പറയുന്നില്ല. അത് അങ്ങനെ നിൽക്കട്ടെ. ആ നിലയിൽ ഉള്ള ഒരു തിരിച്ചറിവും ഒരു തിരിച്ചുവരവും ഒരു മനോഭാവവും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ശാശ്വതമായ പരിഹാരത്തിലേക്കുള്ള വഴികൾ തെളിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അവരോട് വിത്ത് ഓൾ റെസ്പെക്റ്റ്, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടോ എന്നൊന്നും ഞാനത് തിരക്കാറില്ല, അന്വേഷിക്കാറുമില്ല. പക്ഷേ വിത്ത് ഓൾ റെസ്പെക്റ്റ് അങ്ങനെയുള്ള അഭ്യർത്ഥനയാണ് നമുക്ക് പറയാനുള്ളത്. തീരാനും തീർക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ നമ്മൾ തയ്യാറാണ്. പക്ഷേ ചർച്ചിൻ്റെ അസ്തിത്വം അതിനൊരു കേട് സംഭവിക്കാൻ പാടില്ല. അത് സംരക്ഷിക്കാനാണ് എൻ്റെ ഉത്തരവാദിത്വം. മറ്റ് കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാനായിട്ട് നമുക്ക് തടസ്സമൊന്നുമില്ല. ഒരു ചോദ്യമാണ്. പള്ളി ഭരണത്തിൽ യാക്കോബായ സഭ ഒരു വനിതാ സംവരണം കൊണ്ടുവന്നിട്ടുണ്ട്. അനധിവിദൂരമായ ഭാവിയിൽ വനിതാ വൈദികരെ പ്രതീക്ഷിക്കുക? വനിതാ വൈദികരെന്നുള്ളത് അത്ര ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചിന്തിക്കുക അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ അഡൾട്ട് ബാപ്റ്റിസമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾക്ക് ഡിയാക്കനസസ് ഉണ്ടായിരുന്നു, ലേഡി ഫീമെയിൽ ചെമ്മാശന്മാരുണ്ടായിരുന്നു. അവർക്ക് കുറേ അധികാരങ്ങളുണ്ടായിരുന്നു. അത് പിന്നീട് നിന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ നിലകളിലൊക്കെയുള്ള അവരുടെ റോള് കുറച്ചുകൂടി കൂടി ഈ ആരാധനയിൽ ഒക്കെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ചർച്ചയിലൂടെ ഭാവിയിലേക്ക് ഒരു പക്ഷേ ചില സാധ്യതകളുണ്ട്. ഉണ്ടായിരുന്ന ഒരു പാരമ്പര്യം നിന്നുപോയതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്താൻ സഭ തയ്യാറാണ്. പിന്നെ പങ്കാളിത്തം, ഒരു മെയിൽ ഡൊമിനേഷനാണ് ഞങ്ങളുടെ ചർച്ചിൻ്റെ. ഇപ്പം പള്ളിയിൽ വന്നാൽ ആദ്യം ആ പുരുഷന്മാർ കൈമുത്തും, അത് കഴിഞ്ഞ് സ്ത്രീ. ഇപ്പം പിന്നെ ഒറ്റ സമയത്ത് തന്നെ 2 ലൈനായിട്ടൊക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും ഒരു മുൻഗണന ഭരണത്തിലാണെങ്കിലും പള്ളി ഭരണത്തിലുമൊക്കെ ആണെങ്കിലും. ബട്ട് നൗ ഇറ്റ്സ് ബീൻ ചേഞ്ചിങ്. കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ നിന്നും ഒരു ലേഡി എന്നെ വിളിച്ചു. അപ്പോൾ ആ പുള്ളിക്കാരത്തിനെ ട്രസ്റ്റിയായിട്ട് തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു പുതിയ സംഭവമാണ്. കമ്മിറ്റിക്കാരായിട്ടുണ്ട്, പക്ഷേ പള്ളിയിൽ ട്രസ്റ്റിയായിട്ട് ലേഡിയെ തിരഞ്ഞെടുക്കും. അങ്ങനെ 30% മിനിമം ഒരു സംവരണം വേണമെന്ന് പറഞ്ഞത് പടിപടിയായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. ഒരു സർട്ടൻ ഒരു പരിധി വരെ അത് ഇംപ്ലിമെൻ്റ് ആയി. പക്ഷേ അടുത്ത ഒരു 4-5 വർഷം കൊണ്ട് അത് മൊത്തമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനൊരു സ്വാഗതാർഹമാണ് ജനങ്ങളുടെ ഇടയിൽ. പക്ഷേ ഓരോ പള്ളികൾക്കും അവരുടെ പാരമ്പര്യ പള്ളികളാണല്ലോ പല, ഒത്തിരി പഴക്കമുള്ളതാണ്. അവർക്ക് അവരുടേതായ ഒരു സംവിധാനം, ഒരു നിയമാവലിയൊക്കെ ഉണ്ട്. അത് ഭേദിക്കാൻ അവർക്ക് ചില തടസ്സങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാശി പിടിക്കുന്നില്ല.
നിയമം നിങ്ങൾ തീരുമാനം ഉണ്ടെങ്കിലും ഗിവ് ദം മോർ ടൈം. അപ്പോൾ കൂടുതൽ സമയം കൊടുക്കുന്നവർ അവരും പതുക്കെ ഇങ്ങനെ അഴിഞ്ഞ് അതൊരു ഡിപ്ലോമസിയുടെ ഭാഗമാണ്. അല്ലാണ്ട് നിങ്ങൾ ഇതര ദിവസം ചെയ്തിരിക്കണം അല്ലെങ്കിൽ അത് ചെയ്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭീതിപ്പെടുത്താറൊന്നുമില്ല. വളരെ സോഫ്റ്റായിട്ട് അവരോട് ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അവരെക്കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങൾക്ക് ചെയ്യാനായിട്ട് വിമുഖത കാണിക്കുമ്പം അവിടെ ഞാൻ ശാഠ്യം പിടിക്കാറില്ല, ചെയ്തേ പറ്റൂ എന്നുള്ളത്. അതിന് കുറച്ചൊരു സമയം കൊടുക്കും. അതൊരു ഇന്നത്തെ കാലത്ത് അതൊരാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. സമയം കൂടുതൽ കൊടുത്തിട്ട് അവരെ ഒന്ന് ബോധവൽക്കരിച്ചിട്ട് അവർ തന്നെ ഒരു ടൈമാണ് പറയുക, ഇറ്റ്സ് റൈറ്റ് ടൈം, യു വിൽ ഡു ഇറ്റ്. അങ്ങനെ ചെയ്യിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് പല ഇപ്പോൾ കരിങ്ങാശ്ശേരി പള്ളിയൊക്കെ പൊതുയോഗത്തിൽ സ്ത്രീകൾക്ക് ഈക്വൽ പാർട്ടിസിപ്പേഷനൊക്കെ ആയി. ഉണ്ട്, പലയിടത്തുമൊക്കെ ആയി. അത് ഞാൻ കുറച്ച് താല്പര്യം കാണിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലം കാണുന്നുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. ഈസ്റ്റർ വരാൻ പോവാണ്, ഗുഡ് ഫ്രൈഡേ വരാൻ പോവാണ്. അപ്പം ബാബയുടെ മെസ്സേജ് എന്താണ്? ഒരു സഭയിൽ അകത്തുള്ള ആൾക്കാരും പിന്നെ അപ്പുറത്തിരിക്കുന്ന ഓർത്തഡോക്സ് സഭയിലേക്കും അല്ല ജനറൽ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാറുണ്ടോ? ഈസ്റ്ററിൻ്റെ പ്രധാന സന്ദേശം സമാധാനമാണ്. ആ സമാധാനത്തിലേക്കുള്ള വഴി വളരെ ദുർഘടവുമാണ്. ആ സമാധാനം എന്ന് പറയുന്നത് ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്തൊരു സമാധാനമാണ്. അതിലേക്കുള്ള വഴി എന്ന് പറയുന്നത് കുരിശ് തന്നെയാണ്. കുരിശിൻ്റെ വഴിയാണ് അതിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അത് ഓരോ വ്യക്തിയുടെയും ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പം അവിടെ കാൽവരി അനുഭവങ്ങൾ അത് ഓരോ ഇൻഡിവിജ്വലിനും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ സഹനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നിത്യമായ സമാധാനത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ സ്ട്രഗിളുണ്ട്, ഒത്തിരി സ്ട്രഗിളുണ്ട്, റിജക്ഷനുണ്ട്, ഒറ്റപ്പെടുത്തലുണ്ട്, ഒറ്റിക്കൊടുക്കലുണ്ട്. ഇതെല്ലാം ജീവിതത്തിൽ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളാണ്. എല്ലാറ്റിനും ശാശ്വതമായ പരിഹാരമൊന്നും ഈ ലോകത്തിൽ വെച്ച് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ എന്നിരുന്നാലും വലിയ പ്രത്യാശ ഉയർപ്പ് നമുക്ക് തരുന്നുണ്ട്. സത്യം ക്രൂശിക്കപ്പെടുമ്പോൾ സത്യം മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ളത് നിശ്ചയമായിട്ടും സത്യമേവ ജയതേ എന്നുള്ള ഭാരത സംസ്കൃതിയുടെ ആ ഒരു മാനം തന്നെയാണ് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ സത്യത്തിൻ്റെ മേലുള്ള മരണത്തിൻ്റെ മേലുള്ള ഒരു വിജയമെന്ന് പറയുന്നത്. മരണഭയത്തിൽ നിന്നുമുള്ള ഒരു മോചനം, അത് ഉയർപ്പിൻ്റെ പ്രത്യാശയിലൂടെ നമുക്ക് മുന്നേറാൻ സാധിക്കുമെന്നുള്ള ഒരു സന്ദേശമാണ് ഞാൻ ആഴത്തിൽ അതിൽ കാണുന്നത്.